എത്ര നേരായി ഈ കടയിൽ 4 പണിക്കാര് വരുന്ന ഇന്ന് വേ നീച്ചു പോയിക്ക്. എന്താ പണി? ഞങ്ങളോട് പണിക്ക് വരണോ? അയാൾക്ക് എപ്പോഴും തണ്ടൽ വേദനയാണ്. ആണോ? കൊറേ കാലായി തിരിഞ്ഞും മറിഞ്ഞൊന്നും കിടക്കാൻ പറ്റണില്ല. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. നിനക്ക് എത്ര കുട്ടികളാ? ഓന് തണ്ടവേദന വന്നില്ലെങ്കിൽ അത്ഭുതമുണ്ട്. സ്വാമി വീടുണ്ടാ? ഇവിടെ സ്വാമി വീടിയൊന്നുമില്ല. അതെ, ഒരു പാക്കറ്റ് ബിരിയാണി കൊടുത്തിട്ടോ. തരാം. തരാട്ടോ. എന്റെ പറ്റ് കുറയുന്നുട്ടോ. ഈ തെരം എങ്ങനെ പൊട്ടുവോ? ഫണ്ട് വരണ്ടേ? കുഴപ്പമില്ല, സെറ്റാക്കാം കേട്ടോ. പണിക്കും പോയി ഇങ്ങനെ ഇറക്കാൻ നിൽക്കണം. പണിക്ക് പോവേ നിങ്ങൾക്കൊന്നും തീരാന്തല്ലേ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഒരു പെയിന്റിങ് പണിക്ക് പോകും, ഓനെ ഫസ്റ്റ് ഇന്നലെ ഒരതാൻ നിർത്തും, 300 ഉറുപ്പിക ഇട്ടോ. 1 കൊല്ലം കഴിഞ്ഞു ഓന് റോളർ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടാക്കും. ഓൻ മെയിൻ പണിക്കാരനായി. ഓൻ എത്ര ഇട്ടാ? 800 ഉറുപ്പിക. തീർന്നു. പിന്നെ ഓന് ഉയർച്ചല്ല. കറക്റ്റ് അല്ലേ? ശരിയാണ്. അടുത്ത എന്താണ്? സെൻട്രിങ് പണി. സെൻട്രിങ് പണിക്ക് ആദ്യം ഓന് മുട്ടും കാലും പിടിച്ചിങ്ങനെ നിൽക്കും താഴത്ത്. 800 ഉറുപ്പിക അവന് കൂലി. അത് കഴിഞ്ഞാലുണ്ടല്ലോ, 2 കൊല്ലം കഴിഞ്ഞാൽ ഇവ മോള് കയറി പലക അടിക്കൽ തുടങ്ങും. ഒരു 1200 ഉറുപ്പിക കൂലി കിട്ടും. കഴിഞ്ഞു, കൂമ്പടഞ്ഞു. പിന്നെ ഇപ്പൊ ഇനി എന്താ ഉള്ളത്? ഗൾഫ്. ജീവിതം തീർന്നു. പിന്നെ നല്ലോണം ചിന്തിച്ചോളെ. ഇവർക്ക് മനസ്സിലായിക്കണോ? നിങ്ങൾ നല്ലോണം ചിന്തിച്ചോളെ. അപ്പൊ കുട്ടിയെ എങ്ങനെ ജീവിക്കുക? അതന്നെ ഞാനും ചിന്തിക്കണത്. പോന്നെ അവൻ പണിക്ക് പോണേനെ തിരിക്കും. വാ, ബസ് വന്നു. വാ, വായ്. നീ എങ്ങനാ പോണേ? ആ ചേട്ടൻ പറയുന്നല്ലേ ശരി. ഞാൻ ആ ചേട്ടൻ്റെ കൂടെ പോവാ. വായ്. എടാ, എനക്ക് ജീവിക്കണ്ടേ?